സ്മോള്, ടെമ്പററി. അതൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ബിഗ് എന്ന് പറഞ്ഞാൽ നല്ലോണം സൺലൈറ്റ് കിട്ടുന്ന വൃക്ഷങ്ങള് ബിഗായിട്ടും. ബിഗില് തെങ്ങ്, പ്ലാവ്, മാവ്, അങ്ങനത്തെ വെറൈറ്റി. പിന്നെ മീഡിയം എന്നുള്ള റംബുട്ടാന്, ചാമ്പയ്ക്ക, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ സ്മോളില് മറ്റേ പേരയ്ക്ക, അങ്ങനത്തെ ഐറ്റംസ്. ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ കാര്യം? നമ്മളൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ, ഫുഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ. അവര് ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് ഒരു ഇതുണ്ട്, ഗ്രൂപ്പാണ്. വാട്സാപ്പ് അല്ല, എല്ലാവരും കൂടി യോജിച്ചും കൊണ്ടുള്ള കുറെ കാലങ്ങളായി. അത് ശരി. അപ്പൊ ഇതിനുള്ള സഹായങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പാണോ ചെയ്യുന്നത് അതോ സർക്കാരിന്റെ? അല്ല, സർക്കാരിന്റെ അല്ല, നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെ അല്ല, പ്രൈവറ്റ് ഗ്രൂപ്പാണ് അത്. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇതിനുള്ള തൈകള് അതുപോലെ അവരാണ് തരുന്നത്. ഞങ്ങള് വെച്ചാൽ പൈസ ഒക്കെ ഞങ്ങൾ തന്നെ ഇറക്കുന്നത്, കൊടുക്കണം. പിന്നെ അതിനുള്ള സഹായങ്ങളൊക്കെ അവര് തരും. വേണ്ട. ചേച്ചിക്ക് ഇപ്പൊ ഇതില് മുൻ പരിചയമൊക്കെ ഉള്ള ആളാണോ? അല്ല, കൃഷിയോട് താല്പര്യമുണ്ട്. മുത്തശ്ശിയായിട്ടുള്ള കൃഷി എന്തൊക്കെ കൃഷികളായിരുന്നു? അങ്ങനെയല്ല, നമ്മള് സാധാരണ കൃഷി തന്നെ അല്ലേ? അപ്പൊ ആ ഒരു ബന്ധം ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം താല്പര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ ഇത് ഒറ്റക്കാണോ നോക്കുന്നത് ഇത്രയും? അല്ല, ഇത് വീടിനോട് ചേർന്നുള്ള സ്ഥലമാവുകൊണ്ട് നമുക്ക് ആദ്യം മണ്ണിര കമ്പോസ്റ്റും ഈ ചെടിച്ചട്ടിയാണ് തന്നെ. പിന്നെ ചോളവിത്ത് നമ്മൾ മേടിച്ചിട്ട് ഇത്രയും സൗജന്യമായിട്ട് തരും. സൗജന്യമല്ല, ഫണ്ട് ഉണ്ട്, അവരുടെ ഫണ്ട്. പിന്നെ അതിലൊരു കൾച്ചർ ഉണ്ട്. ഇത് കൾച്ചർ ഇട്ടിട്ടാണ് ഈ ചോളവിത്ത്. ഇത് ചോളവിത്തുകളാണ്. രണ്ട് വശത്തും 100 ചട്ടികളില് ചോളവിത്ത് മാത്രമായിട്ട്. അത് അതിന്റെ വേരിൽ നിന്നാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. ചോളം ഒരു 2.5 മാസം വളർന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് അപ്പോഴുള്ള വേരുകളിൽ നിന്നാണ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് വളമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ നനച്ചു കൊടുക്കണോ? നനച്ചു കൊടുക്കും ആണല്ലേ? ഇത് വെച്ചിട്ട് എത്രയായിട്ടുണ്ടാവും? കുറച്ചായിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല അല്ലേ? ഇവിടെ എന്താ ഒരു പച്ച കളറിൽ കിടക്കുന്നത്? അല്ല, ഇത് മണ്ണിര കമ്പോസ്റ്റ്. അതൊരു പ്രത്യേക രീതിയിൽ നമ്മളിങ്ങനെ അല്ല, അത് അതിന്റെ ഇതാണ്, എന്താ പറയാ, അതിന്റെ അടപ്പാണത്. അടപ്പ് അത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു മണ്ണിര കമ്പോസ്റ്റിന്റെ അടപ്പ് കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചതിൽ വല്ല കാര്യമുണ്ടോ? അല്ല, എന്താ വെച്ചാൽ എലി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരി, അതിന് വേണ്ടിട്ടാ ഇതിങ്ങനെ ഇതായി പൊടിയായിട്ടുണ്ടാവും. നമ്മളെല്ലാ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇത് അടുക്കള വേസ്റ്റ് മാത്രം ഇടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ രണ്ടിലും. അതെന്താ വെച്ചാൽ ആദ്യം അതിലിടും, അതിലിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇടുക. ആദ്യം അവിടെ ഇട്ടിട്ട് ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റിയിടൂല. ഇതിപ്പോ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് എടുക്കാൻ.
മരമുന്തിരി മധുരം പുളിയും കൂടി ആണല്ലേ. നല്ല ഈ പേരക്കട അധികം നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ഇതിന്റെ ഒരു സൈസ് തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ മുന്നേ അല്ല ഇത് ഈ ഇവിടെ ഫലവൃക്ഷത്തോട്ടം തുടങ്ങിയിട്ട് 2021 ആഗസ്റ്റ് 24 പ്ലാന്റ് ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ കൊല്ലം ഇത് കായ്ച്ചു. ഇത് രണ്ടാമത്തെ വർഷമാണ് ഇത് കായ്ക്കണത്. അത് ശരി. ഇത് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നതില് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മധുരമൊക്കെ നല്ല മധുരമാണ്. പിന്നെ അതിന്റെ കളറ് ഒരു റോസും അല്ലല്ല ഇതല്ല. അതിന്റെ പൂ വിരിയണേ ഉള്ളൂ. ഇതാണ് പൂച്ചപ്പഴം. പൂച്ചപ്പഴം അതിന്റെ മൊട്ടായിട്ടേ ഉള്ളൂ. ഇവിടെ കുറെ വെറൈറ്റികളാണല്ലോ അല്ലേ? ഇതുവരെ കേൾക്കാത്ത കുറെ സാധനങ്ങൾ. ഇതൊക്കെ ഏകദേശം ഈ ചെറിയ ഷേപ്പൊക്കെ ചെറിയ ഷേപ്പിൽ. അല്ല, ഇത് പൂച്ചയുടെ കണ്ണില്ലേ, അതുപോലെയാണ് അതിന്റെ പഴം. അതിന്റെ ആ കണ്ണിന്റെ ഇതുപോലെ. അത് ശരി. അതുകൊണ്ടാണ് പൂച്ചപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? പിന്നെ അത് അബിയു എന്ന് പറയും. അബിയു പിന്നെ ഒരു ഇതൊക്കെ ഇപ്പൊ കേരളത്തില് സുലഭമായിട്ടുള്ള സംഗതികളാണ്. ഈ പൂച്ചപ്പഴം ഒന്നും അധികം അത് പണ്ടത്തെ ഒരു പഴമാണ്. പക്ഷെ ഇപ്പോഴുള്ള ആൾക്കാർക്ക് അത്ര അറിയൂല അല്ലേ? ഇനി എന്താണ് നമുക്ക് ഇവിടെ? അല്ല, ഇവിടെ അല്ല, ഇനി കുറച്ചും കൂടി ഇവിടെ എന്തോ ഒരു പനയൊക്കെ നിൽക്കുന്നുണ്ട്. അത് ഈന്താണ്. ഈന്തല്ലേ ഈന്ത്. അതിന്റെ കായേ ഈ നമുക്ക് അങ്ങനെ പൊന്തി 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 നിൽക്കുന്ന കായാണോ? ഇങ്ങനെ ചുറ്റും നമ്മൾ പന്തലിടാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതിന്റെ പട്ടയാണ്. ഈന്തും പട്ടയാണ് നമ്മുടെ പഴയ കല്യാണങ്ങൾക്കൊക്കെ. അത് ശരി. ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചത് തന്നെയാണ്? അല്ലല്ല, ഇത് പണ്ടേ ഉള്ളത് അവിടെ. ഇതിവിടെ ഉണ്ടായതാണല്ലേ? അത് ഒരു 50-60 വർഷത്തെ പഴക്കമുണ്ട്. അത് ശരി. ഇത് നല്ല സ്റ്റൈലാണ് ഇത് കാണാൻ. ഇതിന്റെ കായ ഇതുപോലെ ഇങ്ങനെ വലിയ വലിയ ഇങ്ങനെ അതെ, ചുറ്റും കായ ഉണ്ടാവും. ആ കായ നമുക്ക് നല്ലോണം വെള്ളത്തിൽ ഒരു മാസം വെള്ളത്തിലിട്ടിട്ടേ
നമ്മൾ ഇതൊക്കെ കട്ടൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ കായ പൊടിച്ചിട്ടോ? പൊടിച്ചിട്ടോ. കുറച്ച് പ്രോസസ്സിങ് നല്ലുണ്ട്. ഈന്തിന്റെ കായ പുതിയ അറിവോ ആയിരിക്കാം. അപ്പൊ പഴയ അറിവാണ്. അല്ല, ഇപ്പത്തെ തലമുറക്ക് പുതിയ അറിവായിരിക്കും. അവന് ഇതന്നെ കിട്ടാണ്ടാവില്ലല്ലേ? ഇതന്നെ വളരെ റയറാവും അല്ലേ? ഇനി എങ്ങടാണ് പോണ്ടത്? ഇതറിയില്ലേ, സർവ്വസുഗന്ധി എന്ന് പറയും. സർവ്വസുഗന്ധി ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ? ഇതിന്റെ ഇത് ഇല വാസനിച്ച് നോക്കും. ഇല എടുത്തിട്ട് ഞെരടിയിട്ട് വാസനിച്ച് നോക്കിയാൽ അറിയാം. ഇത് ബിരിയാണിക്കൊക്കെ പറ്റുന്നതാ. മണത്തോക്ക് മസാലയുടെ മണം. ഈ ബിരിയാണിയിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഒരു ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഗ്രാമ്പു, ഏലക്ക, കറപ്പട്ട അല്ലേ? എല്ലാ മസാലയും ഉണ്ടാവും. ഇതൊരു 4 പിഴിഞ്ഞിടുക. അത് ശരി. സർവ്വസുഗന്ധി അല്ലേ? ഇലയാണ് ഇല്ല. ഇത് നമ്മൾ ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് വിൽക്കാനുള്ള ഒരു സാധ്യത വിൽക്കാനല്ലേ, നമുക്കത് അറിയില്ല. ഇത് ഉണക്കിയിട്ടൊക്കെ വിൽക്കേണ്ടി വരും. ഇത് ഉപയോഗിക്കാറുണ്ടോ വീട്ടില്? ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണി. അപ്പൊ അതിലൊക്കെ ഇടും. വേറെ മസാല ഒന്നും വേണ്ട. ഇത് ഇടുമ്പോ ഒരു പ്രത്യേകമാണ് സ്മെല്ലും അതിന്റെ ഒരു ഫ്ലേവർ വരൂല്ലേ? അപ്പൊ ഇത് ഇട്ടിട്ട് പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഇത് എല്ലാവർക്കും നല്ല ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ചോദിച്ചിട്ടുണ്ട് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കാറില്ല? ശരി. ഇത് മറ്റേ റംബുട്ടാനാണ്. റംബുട്ടാൻ അവിടെ അപ്പുറത്ത് കുറച്ചുകൂടി വലുതുണ്ട്. ചെറുതാ. ഇത് ചെറുതാണ്. ഇതൊക്കെ ആരാണ് ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ആരാണ് ഇത്? നമ്മൾ ജൈവോർഗ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ശ്രീകൃഷ്ണത്തെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മൾ ഈ സ്പേസ് തന്നെ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേ. ഓരോ പിന്നെ ഫ്രൂട്ടും അല്ല, ഇത് ഒരു ലൈൻ പിടിച്ചിട്ടേ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാ. 10 അടി വ്യത്യാസത്തില് എല്ലാ വൃക്ഷങ്ങൾക്കും ഒരേപോലെ വെള്ളം കൊടുക്കണം. അപ്പോ തെങ്ങിനാണ് വെച്ചാൽ തെങ്ങിന് അധികം ഇല്ല, വാഴയ്ക്ക് അങ്ങനെ ഏകദേശം ഒരേപോലെ. അപ്പൊ അത് മതിയാവും. അത് അല്ല, അങ്ങനെയാണ് കൊടുക്കണത്. അതുകൊണ്ട് അല്ല, പിന്നെന്താ വെച്ചാൽ അത് തികയോന്നറിയില്ല. ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ്. അല്ല വെച്ചാൽ ഒട്ടും പിന്നെ ഇതില്ലല്ലോ, ക്ഷീണമില്ലല്ലോ. ഇല്ല, ആർക്കും പ്രത്യേകിച്ച് ചൂടില് വാട്ടം പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല.
ഇത് സപ്പോട്ട അതൊക്കെ കാച്ചുണ്ട്, കണ്ടില്ലേ? അവിടെയൊക്കെ അതെ. മറ്റേ എന്താ പറയാ, ഈ ചെറുനാരങ്ങയുടെ ഏതോ ഒരു ഇതാണ് ഇത്. നമ്മുടെ എനിക്ക് തോന്നുന്നു പേരക്കയാണ്. ഇത് ഭയങ്കര ചൂട്, എന്താ ചൂടാണ്. ഇത് കുറച്ച് വാടിപ്പോയിരുന്നു. ഇതെന്താണ് സംഗതി? ഇത് എന്താ പറയാ, എനിക്ക് പേര് കിട്ടുന്നില്ല, പേര് ഓർമ്മല്ല. എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഇവിടെ ഈ ചൂടിനൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. നമ്മൾ ഈ ചൂടത്ത് ഞാൻ പ്രതീക്ഷിച്ചത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്ന പല സ്ഥലത്തും എടുക്കാതെ പോവാ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കൃഷിദീപം മുന്നോട്ട് ചില എപ്പിസോഡുകളൊക്കെ നമ്മൾ എടുത്തിട്ട് പിന്നെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ വാടിക്കരിഞ്ഞ വിഷ്വലാണ് അധികം ഈ ചൂട് കാരണം. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയല്ല വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാലക്കാടൻ ചൂട് അത്ര നമ്മളെ അതല്ല, നമ്മള് ഈ നന കൊടുക്കണോണ്ടും അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇത് പോണ്. പിന്നെ ഇതവിടെ പറയാനാണെങ്കിൽ പിന്നെ ഇത് വേറെ ഒന്നുണ്ട്. ഇത് കണ്ടോ, മറ്റേ റെഡ് ലേഡി പപ്പായ. റെഡ് ലേഡി പപ്പായകളാണ് ഞാൻ പറഞ്ഞത്. പപ്പായകള് അതുമാതിരി നമ്മുടെ സാധാ പഴം അല്ലേ. ഈ പപ്പായ ഇവിടെ ഉണ്ട് വലിയൊരു. ഇതാണ് റെഡ് ലേഡി അല്ലേ. പക്ഷെ ഇതൊക്കെ ഉയർന്നു കുറച്ചും കൂടി ഒക്കെ ഭയങ്കര വലുതായി പോയില്ലേ. അത് പറിക്കാനുണ്ട്. ഇതൊക്കെ ഒക്കെ മൂത്ത് നിക്കാണ് അല്ലേ. അതുപോലെ അതിന്റെ ഇടയില് മൊത്തത്തിൽ നമ്മുടെ വാഴയാണ്, അല്ല വാഴയാണ് പ്രധാനം. ഇതില് ഇഷ്ടം പോലെ കൊല കൊടുക്കാറുണ്ട്, വിൽക്കാനുണ്ട്. പിന്നെ ആരെങ്കിലും ഇവിടെ വന്നാൽ ടൈപ്പ് വാഴകൾ ഉണ്ട് നമുക്ക്.
ഇതൊക്കെ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കും. എടുക്കും. ഇവർ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യാനായിട്ട് പുറത്തേക്ക് കൊടുക്കുന്ന പ്രധാന സംഗതികൾ എന്തൊക്കെ? അത് അച്ചാറ്, കൊണ്ടാട്ടങ്ങള് ഒക്കെ പ്രോസസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ പപ്പായ ഡയറക്റ്റ് അങ്ങനെയും കൊടുക്കാറുണ്ട്. എന്തൊക്കെ കൊടുക്കാറുണ്ട്? പപ്പായ കൊടുക്കും, പിന്നെ ഈ എന്താ കായക്കൊല കൊടുക്കാറുണ്ട്. പിന്നെ ഇതിനെ കവർ ചെയ്തിട്ട് നിക്കുന്നത് ഇത് പുളിമാവാണ് അല്ലേ? അല്ല, ഇത് കറുത്ത മൂവാണ്. കറുത്ത മൂവാണ്. ഇത് രണ്ടും പുളിമാവ്. ഇതില് രണ്ടെണ്ണം ഉണ്ട്. അല്ല, അവിടെ ഒരു മാവുണ്ട്, അത് വേറെ. അത് വേണ്ട. പിന്നെ അത് പിന്നെ മൽഗോവ മാമ്പഴം അല്ലേ? അതല്ല ഇങ്ങനെ കൊക്ക്. അല്ല, അത് കിളിച്ചുണ്ടനാണ്. ഇത് വലിയ പഴമാണ്. അത്യാവശ്യം നല്ല റിച്ച്. ഇതുണ്ടോ, നല്ല ഒരു ഡോറൊക്കെ ഉണ്ട്. നമുക്കൊരു പ്രത്യേക ഫീൽ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ വീടിന്റെ ജാതിക്ക, സാധാരണ ജാതിക്ക അല്ലേ? അപ്പൊ ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇതിന്റെ പുറകിൽ നമ്മൾ
ബിന്നുണ്ട്, ബയോ ബിന്നുണ്ട്. നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. അതുപോലെ പിന്നെ എവിടെയാണ്, അവിടെയാണോ ഫുഡ് പ്രോസസ്സിങ്? ഇതിനകത്തുനിന്ന് കിട്ടുന്ന കുറേ സംഗതികളുണ്ട് അല്ലേ, ഫ്രൂട്ട്സുകൾ. എന്തൊക്കെ പഴങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത്? നമ്മൾ പഴം സാധാരണ ചെറുപഴത്തുനിന്ന് പൊടി ഉണ്ടാക്കുന്നുണ്ട്, കുന്നങ്കായപ്പൊടി. അപ്പൊ അതിന്റെ ഒരു സംഗതികൾ നമ്മൾ ഇനി കാണിച്ചു കൊടുക്കും. അതുപോലെ പിന്നെ ചക്ക, പിന്നെ ചക്കന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ചക്കപ്പൊടി, ചക്കപ്പൊടി. പിന്നെ അല്ലാതെ ഉണക്ക ഈ ചക്കപ്പൊടി എന്തിനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം? നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. ചക്കടപ്പൊടി ഉണ്ട്, ചക്കക്കുരു, ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ചക്കക്കുരുപ്പൊടി, അതെന്താ വെച്ചാൽ നമ്മള് അത് ഷുഗറിന് ഏറ്റവും നല്ലതാ. ചക്കക്കുരു പൊടി അത് സാധാരണ പാലില് ചെറുതായിട്ടും കുറച്ച് പൊടി ഇട്ടിട്ട് കഴിച്ചാൽ തന്നെ നല്ല ഊർജം കിട്ടും. നല്ല അത് ശരി. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികൾ ഇതിന്റെ പുറകിൽ, മുന്നിൽ കണ്ടതൊന്നുമല്ല, പുറകിൽ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം പിന്നെയും എപ്പിസോഡിൻ്റെ ഒരു ലെങ്ത്ത് കൂടുന്നത് കാരണം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ബാക്കി കാര്യങ്ങൾ അല്ലേ, കണ്ടതിലും വലുതാണ് കാണാനിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തൽക്കാലം ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച ബാക്കി കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.